നമസ്കാരം. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും തെറ്റില്ലാതെ ഇംഗ്ലീഷ് എഴുതുവാനും പരിശീലനം നൽകുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വാസിനോടൊപ്പം വേർബ് പ്ലസ് ING ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ് രൂപീകരണവും ഉത്തരവുമാണ് പഠിക്കുവാൻ പോകുന്നത്. വാസിനോടൊപ്പം വേർബ് പ്ലസ് ING ഉപയോഗിക്കുമ്പോൾ കൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ അവസാനിക്കുന്നു. വാസിനോടൊപ്പം എപ്പോഴും ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് യു, നീ ഒഴികെയുള്ള സിംഗുലർ സബ്ജക്റ്റ്. വാസ് പ്ലസ് വേർബ് പ്ലസ് ING സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് മുമ്പ് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തികളെപ്പറ്റി സംസാരിക്കുവാനായിട്ടാണ്. ഉദാഹരണം, ആ വർഗീയവാദി മുമ്പ് ആരെയാണ് അടിച്ചമർത്തിക്കൊണ്ടിരുന്നത്? അടിച്ചമർത്തുക, സപ്രസ്. വർഗീയവാദി, ഫണ്ടമെന്റലിസ്റ്റ്. Whom was that fundamentalist suppressing before? അജ്ഞരായ ആളുകളെ ആയിരുന്നു. Ignorant people. That fundamentalist was suppressing ignorant people before. സൂത്രവാക്യം: ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് വാസ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ING. Whom was that fundamentalist suppressing before? Answer: singular subject plus was plus verb plus ING plus noun. That fundamentalist was suppressing ignorant people before. കൂടുതൽ ഉദാഹരണങ്ങൾ. ആ ബിസിനസ്സുകാരൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ കമ്പനിയെ എങ്ങനെയാണ് രക്ഷിച്ചുകൊണ്ടിരുന്നത്? സാമ്പത്തികമായി രക്ഷിക്കുക, സാൽവേജ്. ഹൗ വാസ് ദാറ്റ് ബിസിനസ്മാൻ സാൽവേജിങ് ഹിസ് കമ്പനി ബിഫോർ? ദാറ്റ് ബിസിനസ്മാൻ വാസ് salvaging his company through his determination and timely interventions. ദൃഢനിശ്ചയം, സംയോജിതമായ ഇടപെടലുകൾ. ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, സംയോജിതമായ ഇടപെടലുകൾ, ടൈംലി ഇൻ്റർവെൻഷൻസ്. നിന്റെ സഹവാസി ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് തുമ്മിക്കൊണ്ടിരുന്നത്? തുമ്മുക, സ്നീസ്. സഹവാസി, റൂംമേറ്റ്. വൈ വാസ് യുവർ റൂംമേറ്റ് സ്നീസിങ് ലാസ്റ്റ് നൈറ്റ്? കഠിനമായ ജലദോഷം കൊണ്ടാണ്. My roommate was sneezing last night because of severe cold. ആ കച്ചവടക്കാരൻ ഇന്നലെ എവിടെയാണ് കീടനാശിനികൾ തളിച്ചുകൊണ്ടിരുന്നത്? കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ്. തളിക്കുക, സ്പ്രിങ്കിൾ. Where was that merchant sprinkling pesticides yesterday?
വാഴത്തോട്ടത്തിലായിരുന്നു. That merchant was sprinkling pesticides in the banana farm yesterday. ആ യുവാവ് ഇന്ന് രാവിലെ ആരെയാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്? കളിയാക്കുക, ടീസ്. Whom was that youngster teasing this morning? ഇന്ന് രാവിലെ. 2 യാചകരെ ആയിരുന്നു. 2 beggars. That youngster was teasing 2 beggars this morning. ആ ചട്ടമ്പി ഇന്നലെ രാത്രി ആരെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഭീഷണിപ്പെടുത്തുക, ത്രട്ടൻ. ചട്ടമ്പി, റൗഡി അല്ലെങ്കിൽ ഗുണ്ട. Whom was that rowdy, that gunda threatening last night? That rowdy was, that gunda was threatening fishermen last night. മത്സ്യത്തൊഴിലാളികളെ. ആ കൂലിപ്പണിക്കാരൻ കഴിഞ്ഞ വർഷം എവിടെയാണ് പാടുപെട്ടുകൊണ്ടിരുന്നത്? പാടുപെടുക, ടോയിലിംഗ്. പാറമടയിലായിരുന്നു, ക്വാറി. Where was that coolie toiling last year? That coolie was toiling in the quarry last year. അവൾ എന്തുകൊണ്ടാണ് മുമ്പ് അവളുടെ ഭർത്താവിനെ സഹിച്ചുകൊണ്ടിരുന്നത്, സഹിഷ്ണുതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്നത്? ടോളറേറ്റിംഗ്. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ആയിരുന്നു. Why was she tolerating her husband before? She was tolerating her husband before for the safety of her children. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നത്? കെണിയിൽ വീഴ്ത്തുക, ട്രാപ്പ്. Why was that man trapping others before? പണത്തിനു വേണ്ടിയായിരുന്നു. That man was trapping others for money before. അവൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ നിലപാട് കഠിനമാക്കിക്കൊണ്ടിരുന്നത്? Why was his father stiffening his stand yesterday? അവൻ്റെ തെറ്റുകളുടെ ആവർത്തനം കൊണ്ടാണ്. His father was stiffening his stand yesterday because of repetition of his mistakes. അവൾ ഇന്നലെ രാത്രി അവളുടെ അമ്മയോട് എന്തിനെപ്പറ്റിയാണ് മന്ത്രിച്ചുകൊണ്ടിരുന്നത്? മന്ത്രിച്ചുകൊണ്ടിരിക്കുക, വിസ്പറിംഗ്. What was she whispering about to her mother last night? അവളുടെ കലാലയത്തിലെ സമ്മർദ്ദങ്ങളെ പറ്റിയായിരുന്നു.
She was whispering about the pressures in her campus to her mother last night. എന്തുകൊണ്ടാണ് ആ വഴി വാണിഭക്കാരൻ ഇന്നലെ കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടിരുന്നത്? ലംഘിക്കുക, വയലേറ്റ്. വഴി വാണിഭക്കാരൻ, ഹോക്കർ. Why was that hawker violating COVID protocol yesterday? പട്ടിണി കൊണ്ടായിരുന്നു. Starvation. That hawker was violating COVID protocol yesterday because of starvation. എന്തുകൊണ്ടാണ് ആ കോവിഡ് രോഗി ഇന്നലെ രാത്രി വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നത്? വെപ്രാളം സൃഷ്ടിക്കുക, ക്രിയേറ്റ് പാനിക്. Why was that COVID patient creating panic last night? പേടികൊണ്ടായിരുന്നു. That COVID patient was creating panic last night because of fear. മഹാത്മാഗാന്ധി എവിടെയാണ് വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്? നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക, സ്പിയർ ഹെഡിങ്. വർണ്ണ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അപ്പത്തൈഡ്. Where was Mahatma Gandhi spearheading the movement against racial discrimination, against apartheid? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. Mahatma Gandhi was spearheading the movement against apartheid, against racial discrimination in South Africa. ഇന്ന് രാവിലെ അവൾ എന്താണ് പൊതിഞ്ഞുകൊണ്ടിരുന്നത്? പൊതിയുക, റാപ്പ്, WRAP. What was she wrapping this morning? കൂട്ടുകാരിക്കുള്ള ജന്മദിന സമ്മാനം പൊതിയുകയായിരുന്നു. She was wrapping birthday gift to her friend this morning. ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് നിന്റെ ചേട്ടൻ നിന്നോട് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ടിരുന്നത്? ഉച്ചത്തിൽ ആക്രോശിക്കുക, yell at, YELLAT is preposition. Why was your elder brother yelling at you last night? മൊബൈൽ ആസക്തി കൊണ്ടായിരുന്നു. My elder brother was yelling at me last night because of my addiction to mobile phone. Was plus verb plus ing ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉത്തര രൂപീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വാസിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുള്ള ചോദ്യ ഉത്തര രൂപീകരണം. വീണ്ടും കാണാം അടുത്ത ആഴ്ച.